നിങ്ങളുടെ സത്തയുടെ ഒത്ത കേന്ദ്രത്തിൽ പ്രവർത്തനമൊന്നുമില്ല. സർവ്വപ്രവർത്തനങ്ങളും വൃത്തപരിധിയിലാണ്. കേന്ദ്രത്തിലല്ല. കേന്ദ്രം പരിപൂർണമായും നിശബ്ദവും അപരിണാമിയുമാണ്. പരമമായ നന്മയാണത്. അതായിത്തീരുക എന്നതാണ് സദാചാരപരമായിരിക്കൽ. അത് ദ്വിത്വീയമില്ലാത്തതാകുന്നു. അവിടെ ജ്ഞാനവുമില്ല, ജ്ഞാതവുമില്ല. അവ ഒറ്റ യാഥാർത്ഥ്യത്തിലേക്ക് തിരോഭവിച്ചു കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് അപ്പോൾ എനിക്കറിയാം എന്നവകാശപ്പെടാൻ അവിടെ ആരുമില്ല, എനിക്കറിഞ്ഞുകൂടാ എന്നവകാശപ്പെടാൻ പോലും അവിടെ ആരുമില്ല. അതൊരു അവകാശവാദമാണ്. സോക്രട്ടീസിന്റെ അവകാശവാദം പണ്ഡിതരായ ആളുകളുടെ അവകാശവാദത്തേക്കാൾ വളരെയേറെ മെച്ചപ്പെട്ട ഒന്നാണ്. ഞങ്ങൾ അറിയുന്നു എന്നു പറയുന്ന ആളുകളേക്കാൾ അവരാണ് ഏറ്റവും മൂഢന്മാർ. സോക്രട്ടീസ് വളരെ മെച്ചമാണ്. അദ്ദേഹം പറയുന്നു, ഒരു കാര്യം മാത്രം എനിക്കറിയാം, എനിക്ക് യാതൊന്നും അറിഞ്ഞുകൂടെന്ന്. എന്നാൽ അതും ഒരു അവകാശവാദമാണ്. ചുരുങ്ങിയത് ഒരു കാര്യം അദ്ദേഹത്തിനറിയാം. ചുരുങ്ങിയത് തനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് അദ്ദേഹത്തിനറിയാം. അപ്പോഴും അദ്ദേഹം നിലവിലുണ്ട്. അദ്ദേഹത്തിന്റെ അഹംബോധം. അഹംബോധത്തിന്റെ എന്തോ ഒന്ന് അവിടെ നിലവിലുണ്ട്. ഒരുപക്ഷെ ഒരു നിഴൽ മാത്രമായിരിക്കും. അഹംബോധമല്ലെങ്കിൽ അതിന്റെ നിഴൽ എവിടെയോ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. നിഴലിന്റെ ഒരു ചുറ്റിപ്പറ്റി നിൽക്കൽ. എന്നാൽ ആ ചുറ്റിപ്പറ്റി നിൽക്കലും അപ്രത്യക്ഷമാവേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥ ആത്മസത്തയിൽ എത്തിച്ചേർന്നു.